Good morning, everyone. Today we are going to learn 9th Standard Geography, Chapter 2 ആയ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? അതായത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്, അല്ലേ? അതായത് പ്രാദേശിക വിഭാഗങ്ങളെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? അതായത് ബ്രഹ്മപുത്ര സമതലം, അതുപോലെ ഗംഗാ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് ഉത്തരേന്ത്യൻ സമതലത്തെ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രഹ്മപുത്ര സമതലങ്ങൾ ഏതൊക്കെ, ഗംഗാ സമതലം ഏതൊക്കെ, പഞ്ചാബ് ഹരിയാന സമതലം ഏതൊക്കെ, രാജസ്ഥാൻ സമതലം ഏതൊക്കെ എന്നൊക്കെ മാപ്പിൽ നോക്കി പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് രാജസ്ഥാൻ സമതലം എന്താണെന്ന് നോക്കാം. അതായത് ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ. ഥാർ മരുഭൂമി എവിടെയാണെന്ന് എല്ലാവർക്കും, അതായത് PSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, അല്ലെ? ഥാർ മരുഭൂമി എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. അപ്പോ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള സമതലം ഏതാണ്? രാജസ്ഥാൻ സമതലം. ഈ രാജസ്ഥാൻ സമതലത്തിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഥാർ മരുഭൂമി എന്ന് ഓർത്തുവെക്കുക. അപ്പോ അതുപോലെ തന്നെ ഥാർ മരുഭൂമിയുടെ മുന്നിൽ രണ്ടു ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം എവിടേക്കാണ്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളായി തരംതിരിക്കുക. അപ്പൊ രാജസ്ഥാൻ, അതായത് ഥാർ മരുഭൂമി, രാജസ്ഥാനിലുള്ള ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മരുഭൂമി മേഖല അല്ലെങ്കിൽ മരുസ്ഥലി, അല്ലെങ്കിൽ അർദ്ധ മരുഭൂമി മേഖല അല്ലെങ്കിൽ അർദ്ധ വരണ്ട സമതലം, അതല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ എന്നും ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളായി തരംതിരിക്കാം. ഥാർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ തുടർന്നുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോ അടുത്തത് എവിടെയാണ് ഈ രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആരവല്ലി പർവ്വത നിരയുടെ പടിഞ്ഞാറായാണ്. എവിടെയാണ്? ആരവല്ലി പർവ്വത നിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പോ ഇതിൽ തന്നെ രാജസ്ഥാൻ സമതലത്തില് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാം? അതായത് രാജസ്ഥാൻ സമതലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പടിഞ്ഞാറേ അറ്റമാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ ഥാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ്. അപ്പൊ ഥാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. ബാക്കിയുള്ള ഭാഗം എവിടെയാണ്? നമ്മുടെ ഹരിയാന, അതുപോലെ പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലാണ് ഏതൊക്കെ? അതിന്റെ ബാക്കി ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളായി തിരിച്ചിട്ടുണ്ട്. എന്താണ്? ഒന്ന് മരുഭൂമി മേഖല അല്ലെങ്കിൽ മരുസ്ഥലി, അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ, അല്ലെങ്കിൽ എന്താണ്? അർദ്ധ മരുഭൂമി മേഖല എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നും ഓർത്തു വെക്കുക. അപ്പൊ ഇതാണ് രാജസ്ഥാൻ സമതലം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ രാജസ്ഥാൻ സമതലത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത് നമുക്ക് നോക്കാം. അതായത് ആരവല്ലി പർവ്വത നിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തു വെക്കുക. എവിടെയാണ്? ആരവല്ലി പർവ്വത നിരയുടെ പടിഞ്ഞാറായിട്ടാണ്. ഓക്കെ, അതുപോലെ കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി എന്ന് പറയുന്നത് ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. അപ്പൊ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദി ഏത് ആണ് എന്ന് ചോദിച്ചാൽ ഏത് ആണ്? ലൂണിയാണ് എന്ന് ഓർത്തു വെക്കുക. രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദിയാണ് ലൂണി, മറക്കരുത്. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങൾ ഉണ്ട്. അപ്പൊ ഇത് കൂടാതെ രാജസ്ഥാനിൽ നിരവധി എന്തുണ്ട്? ഉപ്പ് തടാകങ്ങളുണ്ട്. അതില് പ്രധാനപ്പെട്ട ഉപ്പ് തടാകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? സാംബർ, ദിദോന, അതുപോലെ സർഗോൾ. ഏതൊക്കെയാണ് ഉപ്പ് തടാകങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? സാംബർ, ദിദോന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലൂണിയാണ്.
അപ്പോൾ ഇത് ഇത്രയാണ് രാജസ്ഥാൻ സമതലത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ലെറ്റ് us see പഞ്ചാബ് ഹരിയാന സമതലം എന്താണെന്ന് നോക്കാം. അതായത് രാജസ്ഥാൻ സമതലത്തിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇനി അടുത്തുള്ള രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ഠമായ ഒരു സമതലമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പഞ്ചാബ് ഹരിയാന സമതലം എന്ന് ഓർത്തു വെക്കുക. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് പഞ്ചാബ് ഹരിയാന സമതലം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ സമതലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലമാണ്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ സമതലം എന്ന് ചോദിച്ചാൽ ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലം. ഇത് എവിടെയാണ് വ്യാപിച്ചിരിക്കുന്നത്? യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് ഏതാണ്? യമുനാ നദിയാണ്. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കൻ അതിര് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? യമുനാ നദിയാണ്. ഇപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം എവിടെയാണ്? അതായത് ഉത്തരേന്ത്യൻ സമതലം ഒരു രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഇത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് ഓർത്തു വയ്ക്കുക. ഈ സമതലത്തിന്റെ കിഴക്കൻ അതിരെന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ യമുനാ നദിയാണ്. അതുപോലെ ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലം, അതായത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ വ്യാപ്തി എത്രയാണ്, അല്ലെങ്കിൽ ഏകദേശം എത്രയാണ്? 1.75 ലക്ഷമാണ്. ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും ഏതൊക്കെ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ നദികളാണ്? നമ്മുടെ സത്ലജ്, അതുപോലെ ഝലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് ഏത്? ഈ പഞ്ചാബ് സമതലം എന്ന് ഓർത്തുവെക്കുക. പഞ്ചാബ് എന്ന് പറയുന്നത് 5 നദികളുടെ നാടെന്നും അറിയപ്പെടുന്നു. അപ്പൊ 5 നദികളുടെ നാടെന്നറിയപ്പെടുന്നത് ഏതിനെ ആണ് എന്ന് ചോദിച്ചാൽ ഏതിനെയാണ്? പഞ്ചാബാണ്. അപ്പൊ 5 നദികളുടെ നാട് ഏതാണ്? പഞ്ചാബ്. അതുപോലെ പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായും തരംതിരിച്ചിട്ടുണ്ട്. അതായത് ദോബുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെ ആണ് ദോബുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ദോബുകൾ എന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ദോബുകൾ എന്ന് ഓർത്തുവെക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു മാപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ നദികളും അതിന്റെ പഞ്ചാബ് സമതലത്തിൽ കൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? സത്ലജ്, ഝലം, ചിനാബ്, രവി, ബിയാസ് എന്നിവയാണ് പഞ്ചാബിനെ 5 നദികളുടെ നാട് എന്നും അറിയപ്പെടുന്നുവെന്ന് ഓർത്തുവെക്കുക. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ദോബുകൾ എന്നും ഓർത്തുവെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എന്താണ്? ഗംഗാ സമതലം. ഓക്കെ, അപ്പൊ നമ്മൾ ദോബുകൾ എന്താണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ പ്രധാന ദോബുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ബിസ്ത്, ലജന്തർ ദോ എന്ന് പറയുന്നത് ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ചിലപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, നല്ല പോലെ വായിച്ചു വെക്കുക. അപ്പോൾ ബിസ്ത്, ലജന്തർ ദോബ് എന്ന് പറയുന്നത്
ഏത് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും. ബിയാസ് സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദോബിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ബിസ്ത് ജലന്ധർ ദോബ്. വായിച്ചു വെക്കുക. അടുത്തത് അതുപോലെ തന്നെ ബാരി ദോബ് എന്ന് പറയുന്നത് ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നപ്പോൾ ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദോബിനെ അറിയപ്പെടുന്ന പേരാണ് ബാരി ദോബ്. ഏതാണ്? ബാരി ദോബ്. അടുത്തത് രചന ദോബ് എന്ന് പറയുന്നത് രവി, ചിനാബ്. ഏതാണ്? രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് രചന ദോബ് എന്ന് ഓർത്തു വെക്കുക. അടുത്തത് ചാജ് ദോബ് എന്ന് പറയുന്നത് ചിനാബ്, ചലം. ഏതൊക്കെയാണ്? ചിനാബും ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതിനെ എന്തെന്ന് പറയുന്നു? ചാജ് ദോബ് എന്ന് പറയുന്നു. അതുപോലെ സിന്ധ് സാഗർ ദോബ് എന്ന് പറയുന്നത് ചലം, ചിനാബ് നദികൾക്കും അതുപോലെ സിന്ധു നദിക്കുമിടയിലാണ് സിന്ധ് സാഗർ ദോബ് എന്ന് ഉള്ള ഈ ഒരു ദോബ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ചലം, ചിനാബും സിന്ധു നദിക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഏത് ദോബാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിന്ധ് സാഗർ ദോബ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതത്രയും മനസ്സിലായല്ലോ. പ്രധാന ദോബുകൾ നല്ലപോലെ വായിച്ചു വെക്കുക. അടുത്തത് ഗംഗാ സമതലം. ഗംഗാ സമതലം എന്ന് പറയുന്നത് പഞ്ചാബ്, ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ഗംഗാ സമതലം. അപ്പൊ എവിടെയാണ്? പഞ്ചാബ്, ഹരിയാന സമതലത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം എന്ന് ഓർത്തുവെക്കുക. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെയാണ് ഗംഗാ സമതലം. അപ്പോൾ ഗംഗാ സമതലം ഏത് മുതൽ ഏത് വരെ വ്യാപിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ. ഇതിന്റെ വ്യാപ്തി എത്രയെന്ന് നോക്കാം. അതായത് ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ സമതലത്തിനുള്ളത്. അതുപോലെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഇത് ഉൾക്കൊള്ളുന്നു. ഏത്? ഗംഗാ സമതലം. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം. അപ്പൊ എങ്ങനെയാണ് ഈ സമതലം രൂപപ്പെടുന്നത്? ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപ പ്രക്രിയയിലൂടെയാണ് വിശാലമായ ഈ സമതലം രൂപപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ്. അപ്പോൾ ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചരിവ് എങ്ങോട്ടൊക്കെയാണ്? കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ്. ഓക്കെ. അപ്പോ ഗംഗാ സമതലം അറിയാലോ, പഞ്ചാബ്, ഹരിയാന സമതലത്തിന്റെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്നതാണ് നമ്മുടെ ഗംഗാ സമതലം എന്ന് ഓർത്തുവെക്കുക. എന്താണ്? ദോബുകളെന്നും ഓർത്തുവെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ച? ഗംഗാ സമതലം പഠിച്ചു, പഞ്ചാബ് ഹരിയാന സമതലം പഠിച്ചു, രാജസ്ഥാൻ സമതലം പഠിച്ചു. അപ്പോൾ അതിന്റെ ഭാഗങ്ങളും ബാക്കിയെല്ലാം നല്ലപോലെ വായിച്ചു വെക്കുക. Okay, now let's wind up this section. Don't forget to watch my channel. If you like my channel, please like, share and subscribe. Okay, thank you. See you again.